നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ സ്റ്റൈലിൽ ലഹരി സംഘത്തെ കീഴടക്കി ചാവക്കാട് പോലീസ്. കനോലി കനാലിൽ ചാടിയ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. 21 കിലോ കഞ്ചാവും സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തു. രാവിലെ 7:30ഓടെയാണ് സംഭവം. ഒഡീഷയിൽ നിന്നും 4-അംഗ സംഘം കാറിൽ ലഹരി കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ വാഹനം കണ്ടെത്തി. പോലീസിനെ വെട്ടിച്ചു കടന്നുകളഞ്ഞ സംഘം ചാവക്കാട് മുല്ലത്തറയിൽ ബൈക്കുകാരനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ചാവക്കാട് പാലത്തിനു മുകളിൽ വെച്ച് പോലീസ് ഇവരെ വളഞ്ഞു. ഇതോടെ വാഹനത്തിൽ നിന്നിറങ്ങി ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കനോലി കനാലിലേക്ക് ചാടിയ ആളെ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സമയം മറ്റു 2 പേർ പാലത്തിന്റെ കൈവരിയിലൂടെ രക്ഷപ്പെട്ടു. ഒരാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടി. എന്നാൽ 2 പേർ കനോലി കനാലിൽ ചാടി എന്ന സംശയത്തിൽ ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ നടത്തി. 3 പേർ തൃശൂർ സ്വദേശികളും ഒരാൾ കൊല്ലം സ്വദേശിയുമാണ്. ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണൻ സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒഡീഷ രജിസ്ട്രേഷനിലുള്ള കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് കടത്തിലെ പ്രധാന കണ്ണിയായ മടപ്പറവ് അനൂപിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒഡീഷയിൽ ബന്ധങ്ങളുള്ള അനൂപ് മുൻപും വലിയ രീതിയിൽ കഞ്ചാവ് കടത്തുന്ന ആളാണെന്ന് പറയുന്നു. ജില്ലയിൽ വിവിധയിടങ്ങളിൽ വിൽപ്പന നടത്താനായിരുന്നു കഞ്ചാവ്. പ്രതികളെ പിടികൂടുന്നതിനിടയിൽ 2 പോലീസുകാർക്കും പരിക്കേറ്റു. കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്കിൽ ഇനി പോരാട്ടത്തിന്റെ ദിനങ്ങൾ. പുരുഷ വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിലായി കരുത്തിളക്കാൻ കായിക പ്രതിഭകൾ. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് ആവേശകരമായി തുടക്കമായി. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ബുധനാഴ്ച രാവിലെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ സർവകലാശാലയ്ക്ക് കീഴിലെ 125ഓളം കോളേജുകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ബുധനാഴ്ച രാവിലെ 7:30 നടന്ന പെൺകുട്ടികളുടെ 5000 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് ട്രാക്കിൽ പോരാട്ടത്തിന്റെ തിരിതെളിഞ്ഞത്. 1500-ലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മേളയിൽ പുരുഷ വനിതാ വിഭാഗങ്ങൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലും മത്സരങ്ങളുണ്ട്. കിരീട പോരാട്ടത്തിൽ ഇത്തവണയും കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ സെന്റ് തോമസ് കോളേജും റണ്ണേഴ്സപ്പായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിലാണ് പ്രധാന പോരാട്ടം. വനിതാ വിഭാഗത്തിൽ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട, വിമല കോളേജ് തൃശൂർ, മേഴ്സി കോളേജ് പാലക്കാട് എന്നിവർ കിരീടത്തിനായി കടുത്ത പോരാട്ടം കാഴ്ചവെക്കും. അന്താരാഷ്ട്ര കായിക വേദികളിൽ തിളങ്ങിയ KC സർവൻ, VS അനുപ്രിയ, രാഹിൽ സക്കീർ, B അനഘ തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ സാന്നിധ്യം ഇത്തവണ മീറ്റിന്റെ മാറ്റുകൂട്ടുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷനാകും. ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തൊട്ടാൻ, ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും. ജനുവരി 2-ാം തീയതി കായികമേള സമാപിക്കും. നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ദ്വാദശി പണസമർപ്പണം നടന്നു. ദ്വാദശി പാരായണം, ദ്വാദശി പണം സ്വീകരിക്കൽ എന്നിവയ്ക്ക് ശേഷം നടന്ന ദ്വാദശി ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമായി. ഏകാദശി വ്രതം അനുഷ്ഠിച്ചവർ ദ്വാദശി ദിനത്തിൽ തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുവാനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് റവന്യൂ ഇൻസ്പെക്ടർമാരായ PB ബിജു, A രഞ്ജിനി, ദേവസ്വം ബോർഡ് തിരുവില്ലാമല ഗ്രൂപ്പ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G ശ്രീരാജ് എന്നിവർ നേതൃത്വം നൽകി. ഞമനേങ്ങാട് തണ്ടേങ്ങാട്ടിൽ കുടുംബക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടുപൊളിച്ച് ബിംബത്തിൽ ചാർത്തിയ 3 സ്വർണ്ണത്താലി കവർന്നു. രാവിലെ വിളക്ക് വെക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വടക്കേക്കാട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. 1 മാസം മുൻപ് സമീപത്തുള്ള ഞമനേങ്ങാട് ശിവക്ഷേത്രം, ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഭണ്ഡാരങ്ങളുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയിരുന്നു. ദേശീയ സരസ് മേളയ്ക്ക് കലയുടെ കവാടങ്ങൾ ഒരുക്കി കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയുടെ കയ്യൊപ്പ്. ജനുവരി 2 മുതൽ 11 വരെ ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് മൈതാനത്ത് അരങ്ങേറുന്ന ദേശീയ സരസ് മേളയ്ക്ക് കലയുടെ ആത്മാവ് പകർന്നു കൊടുക്കുന്നത് കലാസംവിധാനത്തിന് സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ അജയൻ ചാലിശ്ശേരിയാണ്. മേളയിലെ പ്രധാന പവലിയനുകളുടെ കവാടങ്ങളുടെ ഡിസൈൻ, പ്രൊഡക്ഷൻ ചുമതല എന്നിവ അജയൻ ചാലിശ്ശേരിയാണ് നിർവഹിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഏകദേശം 25ഓളം കലാകാരന്മാർ രാവും പകലുമായി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. മേളയുടെ പ്രധാന കവാടം, മുഖ്യവേദി, ഫുഡ് കോർട്ട്, സെൽഫി പോയിന്റ് എന്നിവയുടെ നിർമ്മാണങ്ങൾ ഇപ്പോൾ അവസാന മിനുക്കുപണിയിലാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ ആത്മാവും സ്ത്രീശക്തിയുടെ ഉജ്ജ്വലതയും ഒരുമിപ്പിക്കുന്ന കലാഭാവനയാണ് ഈ കവാടങ്ങളിൽ സന്ദർശകരെ വരവേൽക്കുക. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ആർട്ട് വിഭാഗത്തിൽ പ്രവർത്തിച്ച അനുഭവ സമ്പത്തോടെയാണ് അജയൻ ചാലിശ്ശേരി ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്.
അദ്ദേഹത്തോടൊപ്പം ആർട്ട് ഡയറക്ടർ ഹിന്ദുലാൽ, ഡമ്മി ആർട്ടിസ്റ്റ് തിലകൻ, അസോസിയേറ്റ് ആർട്ട് ഡയറക്ടർ മഹേഷ് ചെന്നൈ, ആർട്ട് അസിസ്റ്റന്റ് സജീർ, ഡിസൈനർ അപ്പു ആദി എന്നിവരും അണിയറയിലുണ്ട്. ഗ്രാമീണ സ്ത്രീ ശക്തിയുടെയും സംരംഭകത്വത്തിന്റെയും ഉത്സവമായ ദേശീയ സരസ് മേളയ്ക്ക് കലയുടെ ഭാഷയിൽ ആത്മാവ് പകർന്നുകൊടുക്കുന്ന അജയൻ ജന്മനാട്ടിൽ തന്നെ അരങ്ങേറുന്ന ദേശീയമേളയെ മറ്റൊരു കലാവിരുന്നാക്കി മാറ്റുകയാണ്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കാരൻ പാട്ട് ജനുവരി 3 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 10:30 ഭക്തജനങ്ങൾ 12,008 നാളികേരം എണ്ണിക്കൂട്ടും. ഉച്ചയ്ക്ക് 2 മണിക്ക് കളം കുറിച്ചതിനു ശേഷം കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിലുള്ള വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന തായമ്പക അരങ്ങേറും. തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ഉണ്ടാകും. അത്താഴപൂജയ്ക്ക് ശേഷം വൈകുന്നേരം 7 മണിക്ക് മുല്ലയ്ക്കൽ പാട്ടിന് എഴുന്നള്ളിച്ച ശേഷം ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണത്തിനും കളം പൂജയ്ക്കും കളം പാട്ടും നടക്കും. തുടർന്ന് കോമരം നാളികേരത്തിനു മുകളിൽ ഒരേ ഇരിപ്പിൽ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാതെ 12,008 നാളികേരം എറിഞ്ഞുകഴിഞ്ഞ് കളം മായ്ച്ച് പ്രസാദം നൽകി കൂറ വലിക്കുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. അന്നേ ദിവസം 3 നേരവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി അന്നദാനമുണ്ടാകും. വേട്ടേക്കാരൻ പാട്ടിനോടനുബന്ധിച്ചുള്ള ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് സ്പെഷ്യൽ വഴിപാട് കൌണ്ടറുകളും അന്നദാനത്തിന് വിപുലമായ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച അക്ഷരോത്സവത്തിന് സമാപനമായി. മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ നടന്നുവന്നിരുന്ന അക്ഷരോത്സവത്തിന്റെ സമാപന യോഗം മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം VV ചിദംബരൻ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ, ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു, PK പ്രസാദ്, ആനി ജോസ്, ജില്ലാ കൌൺസിൽ അംഗം KK മനോജ്, ദിലീപ്, KP അനിത എന്നിവർ സംസാരിച്ചു. താലൂക്കിലെ വിവിധ ലൈബ്രറികളിൽ നിന്നും 100 കണക്കിന് മത്സരാർത്ഥികൾ 2 ദിവസങ്ങളിലായി പങ്കെടുത്തു. അക്ഷരോത്സവത്തിലെ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളത്തെ പിണ്ടിപ്പെരുന്നാൾ സമുചിതമായി ആഘോഷിക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. 2026 ജനുവരി 5, 6 തീയതികളിലായാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. പിണ്ടിപ്പെരുന്നാൾ നടത്തിപ്പിനായി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിക്കാൻ യോഗം തീരുമാനിച്ചു. ജനുവരി 5 പെരുന്നാൾ ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. നഗരസഭ പരിധിയിലെ തന്ത്രപ്രധാനമായ 5 കേന്ദ്രങ്ങളിൽ പെരുന്നാളിനോടനുബന്ധിച്ച് കവാടങ്ങൾ സ്ഥാപിക്കും. കുന്നംകുളം പിണ്ടിപ്പെരുന്നാളിന്റെ പെരുമ കേരളമൊട്ടാകെ എത്തിക്കുന്ന രീതിയിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങൾക്കിടയിൽ ഗതാഗത തടസ്സമുണ്ടാകാതിരിക്കാൻ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കും. ക്രമസമാധാന പാലനത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. യോഗത്തിൽ വൈസ് ചെയർമാൻ PJ ജയപ്രകാശ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KA സോമൻ, മിനി മോൺസി, ഗീതാ ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. വിവിധ ദേവാലയങ്ങളിലെ വികാരിമാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ക്ലബ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. പെരുന്നാൾ ദിനങ്ങളിൽ നഗരത്തിലെ ശുചിത്വ പരിപാലനം, തെരുവു വിളക്കുകളുടെ പ്രവർത്തനം എന്നിവ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനമെടുത്തു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ ലാസറിന്റെയും വിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാളിന് വിശ്വാസികൾക്ക് നൽകാനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറായി. 2026 ജനുവരി 1, 2, 3, 4 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. അവിൽ, മലർ, കൽക്കണ്ടം, ഉണക്കമുന്തിരി എന്നിവ ചേർത്താണ് 10,000-ഓളം നേർച്ച പാക്കറ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. വഴിപാടിനായി അരി പാക്കറ്റുകളും അവിൽ പാക്കറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ നേർച്ച പാക്കറ്റുകൾ ആശീർവദിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ജനറൽ കൺവീനർ സോണി തോമസ്, കൈക്കാരന്മാരായ ജോസി ചുങ്കത്ത്, അലക്സ് ചീരൻ, മനീഷ് സുരേഷ്, നേർച്ച കമ്മിറ്റി കൺവീനർ ജെയ്സൺ നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ജനുവരി 3 പാരന്റ്സ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 3 ശനിയാഴ്ച സ്കൂൾ ക്യാമ്പസിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നീളുന്ന മെഗാ കാർണിവൽ പ്രശസ്ത കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ കാർണിവലിനോടനുബന്ധിച്ചുള്ള എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കും. രക്ഷിതാക്കളെയും കുട്ടികളെയും അധ്യാപകരെയും ഒരുമിപ്പിക്കുന്ന കുടുംബോത്സവം എന്ന നിലയിലാണ് പാരന്റ്സ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. കാർണിവലിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ രക്ഷിതാക്കൾ തന്നെ അവതരിപ്പിക്കുന്നതാണ്. രക്ഷിതാക്കളുടെ കഴിവുകളും സൃഷ്ടിപരമായ ആശയങ്ങളും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി കാർണിവൽ മാറും.
വിവിധതരം സ്റ്റാളുകൾ, സാംസ്കാരിക പരിപാടികൾ, കുക്കറി ഷോ, വിവിധ മത്സരങ്ങൾ, ഇന്ററാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ, മെഡിക്കൽ ക്യാമ്പ്, കരിയർ ഡെവലപ്മെന്റ് ക്ലാസുകൾ എന്നിവയെല്ലാം കാർണിവലിന്റെ ഭാഗമായിരിക്കും. കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ചു പങ്കെടുക്കുന്ന പരിപാടികൾ സ്കൂളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. രക്ഷിതാക്കളുടെ സജീവ പങ്കാളിത്തം ഈ കാർണിവലിന്റെ ഏറ്റവും വലിയ ആകർഷണമായിരിക്കും. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, പ്രിൻസിപ്പൽ എം ഫിറോസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PA ഷഹീദ്, PTA പ്രസിഡന്റ് നൂറുൽ ഹക്ക്, PTA അംഗം സാജിദ് അഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂർ കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ഗുരുതര രോഗാവസ്ഥയുള്ളവർക്ക് ധനസഹായം നൽകി. കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് 100ഓളം രോഗികൾക്ക് സഹായം നൽകിയത്. ഗ്രാമി അവാർഡ് ജേതാവ് വയലിനിസ്റ്റ് മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജന്മദിനം ആഘോഷിക്കുന്ന കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിനെ യോഗത്തിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീല രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, വർഗീസ് തരകൻ, പ്രിൻസ് തോമസ്, PP യേശുദാസ്, അമല ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സൈക്കിൾ യാത്രാ വാരത്തോടനുബന്ധിച്ച് ഞായറാഴ്ച ജീവ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ സൈക്കിളോട്ട മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7-ന് മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന മത്സരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C. പ്രേമാനന്ദകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. 10 കിലോമീറ്റർ ചുറ്റി മമ്മിയൂരിൽ സമാപിക്കും. 18 കഴിഞ്ഞ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 94 46 42 40 93 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരൂരിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ യാത്രയ്ക്ക് ബുധനാഴ്ച വൈകിട്ട് 5-ന് മഞ്ജുലാൽ പരിസരത്ത് സ്വീകരണം നൽകും. ഭാരവാഹികളായ ഡോക്ടർ PA രാധാകൃഷ്ണൻ, രവി ചങ്കത്ത്, P. ശിവദാസൻ, PI സൈമൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ജനപ്രതിനിധികളെ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷൈനി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, മഹിളാ കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള സ്മിത മുരളി, ജില്ലാ സെക്രട്ടറി വിജിനി ഗോപി, ഷറഫു പന്നിത്തടം, പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് മഹിളാ കോൺഗ്രസ് താൽക്കാലിക മണ്ഡലം പ്രസിഡന്റായി സൈനി ടീച്ചറിനെ ചുമതലയേൽപ്പിച്ചു. തുടർന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയും കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത്. ചാവക്കാട് പുതിയ പാലത്തിന്റെ സമീപമുള്ള വോൾഗ ഗ്രൗണ്ടിൽ ടൗൺ ഹാൾ നിർമ്മിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് കായിക പ്രേമികൾക്കായി ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുനിസിപ്പൽ ചെയർമാൻ AH അക്ബറിന് പാർട്ടി പ്രതിനിധികൾ നിവേദനം നൽകി. ചാവക്കാട് നിവാസികളുടെ ദീർഘകാല സ്വപ്നമായ സ്റ്റേഡിയത്തിന് വോൾഗ ഗ്രൗണ്ടാണ് ഏറ്റവും അനുയോജ്യമെന്ന നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി TM ഷഫീദ്, ചാവക്കാട് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, പുത്തൻകടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് കുന്നത്ത് തുടങ്ങിയവരാണ് നിവേദനം നൽകിയത്. വിശ്വവിഖ്യാത എഴുത്തുകാരൻ സയ്യിദ് അബ്ദുൾ അല മൗദൂദിയുടെ 6 വാല്യങ്ങൾ അടങ്ങുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ ഒരു സെറ്റ് ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി കുന്നംകുളം നഗരസഭ ഏകലവ്യൻ സ്മാരക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിലേക്ക് ഉപഹാരമായി നൽകി. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് P. മുനീർ, അസിസ്റ്റന്റ് സെക്രട്ടറി അബൂബക്കർ, PR സെക്രട്ടറി PA ഷഹീദ് തുടങ്ങിയവർ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് നിറവ് 2025ന്റെ ഭാഗമായി കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പാടശേഖര സമിതി നടത്തുന്ന കോൾപ്പാടങ്ങൾ സന്ദർശിച്ച് ഞാറ് നട്ടു. വാർഡ് മെമ്പർ TS മണികണ്ഠൻ നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ജനീർലാൽ, NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ് കൊള്ളന്നൂർ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ എത്തിയത്. അൻസാർ വിമൻസ് കോളേജിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 7 ദിവസത്തെ പ്രത്യേക ക്യാമ്പിന് കരിക്കാട് അൽ അമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ തുടക്കമായി. സഹയാത്ര എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അൽ സെൽഫ് ബിഫോർ സർവീസ് എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റുകളായ PS സഹലി, റൈസ്വാന റഹ്മാൻ എന്നിവർ ക്ലാസ് എടുത്തു. വിജ്ഞാന കേരളം സർവേ ഓറിയന്റേഷൻ എന്ന വിഷയത്തിൽ മുഹമ്മദ് ഷാഹിദ് ക്ലാസ് നയിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് അംഗം അഫ്സലിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടെ വോളണ്ടിയർമാർ വീട് തോറുമെത്തി വിവരശേഖരണം നടത്തി. തുടർന്ന് വടക്കേക്കോട്ടൂർ ഗ്രാമീണ വായനശാലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ M. അഷിത, വോളണ്ടിയർമാരായ ഹന്ന, ഹിബ, ഷിറിൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 12,455 രൂപ, പവന് 99,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 243 രൂപ. ചരമം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കുനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ അധ്യാപികയുമായിരുന്ന തരകൻ പട്ടാത്തിൽ ആന്റണി ഭാര്യ മേരി ടീച്ചർ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ചാക്കുണ്ണി, പരേതനായ പോളി, ബാബുദാസ്, ബാബുരാജ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.